സത്യത്തിൽ ഇതൊരു ഫാമിലി ടെമ്പിൾ ആയിട്ടല്ലേ കാണുന്നത്? ഫാമിലി ടെമ്പിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലോ പ്രകാരം പബ്ലിക് ടെമ്പിൾ ആണോ പ്രൈവറ്റ് ടെമ്പിൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ഒരു ബൈഫർക്കേഷൻ എനിക്ക് അറിയില്ല. 36 ക്ഷേത്രപ്രവേശനം. അതെ, അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കയറി തുടങ്ങിയത്. ചെലവ് കൂടി ഇപ്പോൾ കാണിക്കപ്പെട്ടി വെച്ചു. ഈ ആനയോട് എത്ര വലിയ കമ്പമാണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പാലസിൽ ഒരു ആനയില്ല? ഇപ്പൊ എനിക്ക് ഫ്ലൈറ്റും ഭയങ്കര കമ്പമാണ്, വാങ്ങിക്കാൻ നോക്കോ. അങ്ങനെ ഇടിഞ്ഞൊക്കെ വീഴാറുണ്ടോ ഇവിടെ? ഇഷ്ടം നല്ല മഴ വരുമ്പോ ഇടിഞ്ഞിടിഞ്ഞ് വീണോണ്ടിരിക്കും. വെളിയിൽ നിന്ന് ഈ ഓടിന്റെ സൈഡും വാട്ടർ ലോഗിങ്, പിന്നെ ലീക്ക് ഒരുപാടുണ്ട്. ആറാട്ടിന് പോകുമ്പോൾ കൂടെ ഭഗവാന്റെ കൂടെ സെൽഫി എടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആറാട്ടിന്റെ ആ ഒരു സാങ്ക്ടിറ്റി. അതെ, രാജഭരണം കാലത്ത് തിരുവായ്ക്ക് എതിർവായില്ല. അതെ, വല്ലതും പറയുകയാണെങ്കിൽ രാജാവ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതെ. ഇപ്പോഴും പക്ഷേ ജനാധിപത്യം അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഗൾഫിൽ പോയി രാജഭരണം വേണ്ടെന്ന് പറഞ്ഞാൽ അവർ വെറുതെ വിടും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ടായിരിക്കും അങ്ങയുടെ ഒരു ഐഡിയ? ചില ആൾക്കാർക്ക് ഈ ചരിത്രത്തിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് കാണാനും. അത് ഒരു 3D മ്യൂസിയം ഒരു ഐഡിയ ഉണ്ട്. അതായത് എങ്ങനെ അത് പ്രാക്ടിക്കൽ ആക്കണം എന്ന് സംസാരം നടക്കുന്നുണ്ട്. ഓക്കെ. ആക്ച്വലി ഇപ്പോൾ അതിൻ്റെ റൈറ്റ് എവിടേക്കാണ് വന്നിരിക്കുന്നത്? കമ്മിറ്റി സുപ്രീം കോർട്ട് അപ്പോയിന്റ് ചെയ്ത വെർഡിക്റ്റ് വന്നപ്പോൾ ആ വെർഡിക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കമ്മിറ്റിയാണ് മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പിൽ ട്രസ്റ്റി, ഹൂസ് ദി ഹെഡ് ഓഫ് ദി ഫാമിലി. ഓക്കെ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജാണ്. ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് സാർ ഉള്ളത്? ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് ഉള്ളത്? അതാ പറഞ്ഞത്, ഡിസ്ട്രിക്ട് ജഡ്ജ്, ചെയർമാൻ. അത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. ഓക്കെ. പിന്നെ തന്ത്രി, പിന്നെ സ്റ്റേറ്റിൻ്റെ സെൻട്രലിൻ്റെ ഓരോ നോമിനി, പിന്നെ ട്രസ്റ്റിയുടെ ഒരു നോമിനി, അത് ഞാനാണ്. അഡ്വൈസറി കമ്മിറ്റി റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജ്, ഒരു എമിനൻറ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പിന്നെ ഒരു വൺ നോമിനി നോമിനേറ്റഡ് ബൈ ദ ട്രസ്റ്റി. ഈ രണ്ട് കമ്മിറ്റീസും കൂടെയാണ് മാനേജ് വന്നേക്കുന്നത്. ഓക്കെ. അപ്പം നമുക്കിതൊരു 3D മ്യൂസിയം പോലെ സെറ്റാക്കുന്ന ഒരു ഐഡിയ ഉണ്ട്. എനിക്കൊന്ന് കോടതി വേർഡിക്റ്റിലും അത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പോസിബിലിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. പക്ഷെ സ്ഥലം നമുക്ക് ഈ മെയിൻ വണ്ടി പാർക്കിങ്ങും അല്ലെങ്കിൽ അവിടെ കൊണ്ട് തുടങ്ങിയ ആൾക്കാർക്ക് വന്നാൽ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കില്ല. അതിൻ്റെ നല്ലൊരു സ്ഥലമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓരോ റിച്വൽസുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നല്ലൊരു എക്സ്പെൻസ് ഒക്കെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് മുറജപം, ലക്ഷദൈവം പോലുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് മീറ്റപ്പ് ചെയ്ത്? സ്പോൺസേഴ്സ് ഉണ്ട്. പിന്നെ അമ്പലത്തിന് വേറെ ഇൻകമായിട്ട് വേറെ ഈ കാണിക്കയും വഴിപാടും ഒക്കെയാണ് മെയിൻ ഇൻകം. അപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റും. ഇപ്പം പുതിയൊരു സംവിധാനം വന്നിട്ടുണ്ടല്ലോ, ഭഗവാന്റെ സ്പെഷ്യൽ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് സുവർണ ദർശനം. അപ്പം അതുപോലെയുള്ളത് അതിന് കുറച്ച് പൈസയാവും. നമുക്ക് ഒറ്റയ്ക്ക് നിന്ന് കാണാം. ആര് ബുക്ക് ചെയ്യുന്നു അവരുടെ കൂടെ 6-7 പേർക്ക്. അപ്പോൾ ബുക്കിങ്ങിൻ്റെ ഒക്കെ എമൗണ്ട് എനിക്ക് വന്ന് ഇപ്പോൾ 20,000 ആണെന്ന് തോന്നുന്നു. നെറ്റിൽ എല്ലാം ഉണ്ട്. ഉദയാസമയം, സുവർണ ദർശനം, പിന്നെ പൂജകളും അതൊക്കെ ഒറ്റയ്ക്ക് നിന്ന് തൊഴാനുള്ളൊരു കിട്ടും പ്രിവിലേജ്. ഈ കേസ് വരുന്നതിന് മുമ്പ് ഈ ടെമ്പിളിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി പാലസിന്റെ അണ്ടർ തന്നെ ആയിരുന്നു? അതെ. പാലസ് എന്ന് പറയുമ്പോൾ കവടിയാർ ശാഖയ്ക്കായിരുന്നു അതോ? അല്ല, ആരാണ് ഹെഡ് ഓഫ് ദി ഓൾഡസ്റ്റ് മെയിൽ മെമ്പർ? ഓക്കെ. ചിത്രനാൾ കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന് അനിയൻ ഉത്രാളം നാളെ. ഓക്കെ. അപ്പോൾ അദ്ദേഹം ആയിരുന്നില്ല. പിന്നെ ഇപ്പം അത് മാറിയിട്ട് ഇപ്പോഴ് എൻ്റെ അമ്മയുടെ അനിയൻ അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം. പക്ഷെ ഇതിനെ ഓർഗനൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റിയുടെ പവേഴ്സ് ആണ് ഈ രണ്ട് കമ്മിറ്റി കൊടുത്തിരിക്കുന്നത്. ട്രസ്റ്റിയുടെ പവറാണ് ഈ രണ്ട് കമ്മിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ അറിവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, രണ്ട് കമ്മിറ്റിയും പിന്നെ അതിൽ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ട്രസ്റ്റിയുടെ കൺസെന്റ് ഇല്ല ചെയ്യാൻ പാടില്ല. പിന്നെ തന്ത്രിയുണ്ട് കമ്മിറ്റിയിൽ. അതായത് നമ്മുടെ കൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ഈ ഫാമിലിയുടെ റൈറ്റ് ഒന്നും കൂടെ സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. പക്ഷെ അതിനൊരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവന്നു. അക്കൗണ്ടബിലിറ്റി രണ്ട് കമ്മിറ്റിയും. ഒന്ന് സിറ്റിംഗ് ഡിസ്ട്രിക്ട് ജഡ്ജി തന്നെയല്ലേ? അതെ. ഒരു കുറച്ചുകൂടെ ഫുൾ പ്രൂഫാണ്. ഓക്കെ. അല്ല, നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട് ഇതിന്റെ റൈറ്റ് മുഴുവൻ ഗവൺമെന്റിലേക്ക് പോയി, ദേവസ്വം ബോർഡിന്റെ ഭാഗമാക്കണം, അങ്ങനെ പല സാധനങ്ങളൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഇതൊരു ഫാമിലി ടെമ്പിൾ ആയിട്ടല്ലേ കാണുന്നത്? ഫാമിലി ടെമ്പിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലോ പ്രകാരം പബ്ലിക് ടെമ്പിൾ ആണോ പ്രൈവറ്റ് ടെമ്പിൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഒരു ബൈഫർക്കേഷൻ എനിക്ക് അറിയില്ല. ഓക്കെ. എന്തായാലും ടെമ്പിൾ മാനേജ് ബൈ ദി 2 കമ്മിറ്റീസ്. ഓക്കെ.
പത്മനാഭസ്വാമി അമ്പലം തന്നെ വരുന്ന ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമാണ് പത്മനാഭസ്വാമി അമ്പലം വരുന്നത്. 1947 50 മറ്റോ. അതിൽ ആ ബുക്കിൽ ഒരു ചാപ്റ്റർ ഫുൾ അമ്പലം എങ്ങനെ നടത്തണം എന്നാണ്. ഓക്കെ, ഇത് സ്പെഷ്യൽ ആക്ട് പ്രകാരം 1945 45 ഗൂഗിൾ ചെക്ക് ചെയ്ത് പറയാം. ഞാൻ തെറ്റായ ഡേറ്റ് പറഞ്ഞ്. അതെ, ഓക്കെ, അതായത് തിരുക്കൊച്ചിയുടെ സംയോജനത്തോട് കൂടിയിട്ടായിരുന്നു ആയിരിക്കും. ആ ഒരു 47-48 കാലങ്ങളിലാണ് ആക്ട് വരുന്നത്. അതുവരെ ഫാമിലി സോവറിൻ പവർ. എനിക്ക് 1936 വരെയൊക്കെ അമ്പലത്തിൽ കാണിക്കപ്പെട്ടി പോലും ഇല്ലായിരുന്നു. അതെ, 37 ശേഷമാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം. 36 ക്ഷേത്രപ്രവേശനം. അതെ, അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ കയറി തുടങ്ങിയത്. ചിലവ് കൂടി, അപ്പോൾ കാണിക്കപ്പെട്ടി വെച്ചു. ഓക്കെ, അതൊക്കെ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ കമ്പം? വൈൽഡ് ലൈഫ് ആണെങ്കിൽ ആന, പിന്നെ കാട്, പിന്നെ മേഘങ്ങളുടെ ഓരോ ഫോർമേഷൻസ്, ഫ്ലൈറ്റിൽ പോകുമ്പോൾ ക്ലൗഡ് ഫോർമേഷൻസ്, പിന്നെ സൂര്യോദയം, ലൈറ്റും ഷെയ്ഡും ഒക്കെ ഇട്ട് അങ്ങനത്തെയാണ് കൂടുതൽ ഇഷ്ടം. മഞ്ഞുമലകൾ, അങ്ങനത്തെയൊക്കെ. ഇതിൻ്റെ എന്തെങ്കിലും എക്സിബിഷൻ പോലെ എന്തെങ്കിലും വെക്കാൻ പ്ലാൻ ഉണ്ടോ? ഇപ്പോൾ ഞാനൊരു തുംഗനാഥും മുക്തിനാഥും പോയി. കേട്ടില്ല. തുംഗനാഥ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയില്ല, കേട്ടിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പൂജ നടക്കുന്ന ശിവക്ഷേത്രം തുംഗനാഥ്. നമ്മുടെ ഉത്തരാഖണ്ഡിലാണ്. 14,800 ഫീറ്റ് മറ്റുണ്ട്. അപ്പോൾ കയറാൻ സംശയിച്ച് കുതിരപ്പുറത്ത്, അവിടെ ഹെലികോപ്റ്റർ ഇല്ല, കുതിരപ്പുറത്ത് കയറി 3/4 ദൂരം വരെ കുതിര പോകും, പിന്നെ ബാക്കി നടക്കണം. അപ്പോൾ അതൊക്കെ നടന്ന് കയറി നമുക്ക് ചെറിയൊരു ഇത് വരും, ഡിഫിക്കൽട്ടി. അത് പോയപ്പോൾ കുറേ നല്ല ഫോട്ടോസ് കിട്ടി. പിന്നെ അതിന് പോയി മുക്തിനാഥ് പോയി. കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടുണ്ട്. ഏതൊക്കെ മുക്തിനാഥ് നമ്മുടെ 108 ദിവ്യദേശങ്ങളിൽ ഒന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീരംഗം, തിരുവട്ടാറ്, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം, അങ്ങനെ 108 ഉണ്ട്. ബദരിനാഥ്. ഇത് ഭാരതത്തിന് പുറത്തുള്ള ഏക ക്ഷേത്രമാണ് മുക്തിനാഥ്, നേപ്പാളിൽ. ഒരു സ്ഥലം കൂടി പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, അതിൻ്റെ അടുത്തുള്ള സ്ഥലം പോഖറ. അതെ, പോഖറയിൽ നിന്നൊരു 120 കിലോമീറ്റർ, അതും 14,000 ഫീറ്റാണ്. അവിടെ പോയിട്ട് വരാനുള്ള ഭാഗ്യമുണ്ടായി. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ആ ഒരു സീനറിയും ടെറൈനും കൂടെ വെച്ച് ഒരു ബുക്ക് ഇറക്കാമെന്ന് വിചാരിക്കും. ട്രാവൽ ലോഗ് പോലെ, വിത്ത് ഫോട്ടോഗ്രാഫ്സ്. ഓക്കെ, ഈ ആനയോട് ഇത്ര വലിയ കമ്പമാണെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പാലസിൽ ഒരു ആനയില്ല? നോക്കാം. ഇപ്പം എനിക്ക് ഫ്ലൈറ്റ് ഭയങ്കര കമ്പമാണ്, വാങ്ങിക്കാൻ നോക്കുമോ, മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അമ്പലത്തിൽ ആനയുണ്ട്. ഇവിടെ പണ്ടേ ആനയെ വളർത്തിയിട്ടില്ല. ഇല്ല, കമ്പം ഉണ്ടെന്ന് മാത്രമേ, വളർത്താൻ താല്പര്യമില്ല. നമുക്ക് കണ്ടാൽ മതി. കാട്ടിലൊക്കെ പോകുമ്പോൾ ആനയെ കണ്ട് 2 ഫോട്ടോ എടുക്കുക, അത്രയൊക്കെ മതി. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ കൃഷിയൊക്കെ ഭയങ്കര താല്പര്യമാണെന്ന് പറയും. ഇവിടെ ഒരുപാട് പശുക്കളും അതുപോലെ കുറച്ചൊരു ബയോഗ്യാസ് ഉണ്ട്. ബയോഗ്യാസ് ഏതൊക്കെ പശുക്കൾ ഇപ്പോൾ ഇവിടെ ഉള്ള നാടനാണ്? ജേഴ്സി, വെച്ചൂര്, പിന്നെ വേറെ ഒന്നുണ്ട്, HF ഹോസ്റ്റീൻ ഫിഷൻ, അങ്ങനെ. പിന്നെ സ്വിസ് ബ്രൗൺ. ഇതിനെ പശുക്കളാണ്. പിന്നെ നോക്കുന്നുണ്ട്. ഓക്കെ, 10-20 അടുപ്പിച്ചുണ്ട്. പിന്നെ കൃഷി, കുറച്ച് പച്ചക്കറി, അത് ഞാൻ തന്നെ ചെയ്യുന്ന ടെറസ് കൾട്ടിവേഷൻ. ഇതിൻ്റെ മുകളിൽ തക്കാളി, വെണ്ടയ്ക്ക, പാവയ്ക്ക, പച്ചമുളക്, വെള്ളരിക്ക. ഓക്കെ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്കിലൊക്കെ എങ്ങനെ നോക്കുന്നത്? രാവിലെ നമ്മളൊരു 6:15 എണീച്ചാലേ ഇത് എത്ര സമയം എടുക്കും? ഒരു 25 മിനിറ്റ്സ്. ആ ഒരു ശുദ്ധമായി ശ്വസിക്കുകയും ചെയ്യാം. രാവിലെ അതിന് വേറെ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെ 90%. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മിക്ക ആൾക്കാരും തിരക്കാറുണ്ട് ഈ ട്രാവൻകൂർ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇപ്പോഴുള്ള ജീവിതം എങ്ങനെയാണ്? അതായത് ഫോർ എക്സാമ്പിൾ ബിസിനസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ. ബിസിനസ് ഉണ്ട്. എന്തായിരുന്നു? ആസ്പെൻ മോൾ എന്ന് പറഞ്ഞ കമ്പനി, അത് എക്സ്പോർട്ട് കമ്പനിയാണ്. അതിൽ നമ്മുടെ ഡയറക്ടറാണ് ഞാൻ. കൊയർ മാറ്റ്സും മാറ്റിങ്സും എക്സ്പോർട്ട് ചെയ്യാണ് യൂറോപ്പ്, കൂടുതൽ അങ്ങോട്ടാണ്. പിന്നെ കോഫി ക്യൂറിങ്, പിന്നെ C&F. കുഴപ്പമില്ലാതെ പോകുന്നു. അങ്ങയുടെ ബ്രദർ എന്താ ചെയ്യുന്നത്? ചേട്ടൻ ആസ്പെൻ മോളിൻ്റെ ചെന്നൈ ബ്രാഞ്ചിൻ്റെ അവിടുത്തെ GM ആണ്. അപ്പോൾ ബിസിനസ്സിനകത്ത് ഇല്ലാത്തത് വല്യമ്മയുടെ മൻ മാത്രമേ. അദ്ദേഹം പാട്ട് മാത്രം. ചേച്ചി സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. ഡൽഹി, തിരുവനന്തപുരം. ഓക്കെ. എഴുത്ത്, ആധ്യാത്മിക പ്രഭാഷണം, ഇടയ്ക്ക് പുസ്തകമൊക്കെ ഇടയ്ക്ക് എഴുതുന്നുണ്ട്. ദേവി ഭക്തയാ. ചേച്ചി 2 പ്രാവശ്യം കൈലാസ് മാനസരോവർ പോയിട്ടുണ്ട്.
അതൊരു വല്ലാത്തൊരു ജന്മം പോലെ പല ആൾക്കാർക്കും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താണ് ചേച്ചിയുടെ തിരുവാതിര തമ്പുരാട്ടിയുടെ കാര്യത്തിൽ അതൊരു ഭയങ്കര ഒരു കറേജിയസ് ആയിരിക്കും. അതെ 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 അതെ, ഭയങ്കര വിൽ പവറാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇതുപോലെ വേറെ ആരെങ്കിലും പാലസിലുണ്ടോ? എല്ലാം ഭഗവാൻ മോളിൽ നിന്നുള്ള കണക്ഷൻ അല്ലേ നമ്മളെല്ലാവരും. എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ആ, ഈ കടുത്ത ദേവീഭക്തി എന്ന് പറയുമ്പോൾ തിരുവട്ടാറുമായിട്ട് കണക്റ്റഡ് ആണോ? തിരുവട്ടാറ് പോവാ ചേച്ചി. ആറ്റിങ്ങൽ നമ്മുടെ അമ്പലമുണ്ട്. പിന്നെ മാടായിക്കാവ്, അവിടേക്കാണ് കൂടുതലും പോകുന്നത്. മാടായിക്കാവിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലേ ആറ്റിങ്ങൽ? ആ, തിരുവട്ടാറ് പത്മനാഭസ്വാമിയുടെ, സോറി തിരുവട്ടാറല്ല, തിരുവറാട്ടുകാവ് അല്ലേ? തിരുവറാട്ടുകാവ്, രണ്ടുപേരും അങ്ങോട്ട് മാറി. ഓക്കെ, അപ്പം മാടായിക്കാവിലും പോകും അല്ലേ? മാടായിക്കാവിൽ ഇടയ്ക്ക് പോകാറുണ്ട്. ഓക്കെ, മാടായിക്കാവിലേക്ക് ഇവിടെ നിന്ന് ആരെങ്കിലും പോകാറുണ്ട്? ഞങ്ങൾ പോകാറുണ്ട്, പോകുമ്പോൾ ഇടയ്ക്ക് പോകാറുണ്ട്. അവിടെ എനിക്ക് തോന്നുന്നു കവളാചാരമാണെന്ന് തോന്നുന്നില്ലേ അവിടെ? നമ്മള് അധികം പോകാറില്ല. ചേച്ചി ഒരുപാട് പോയിട്ടുണ്ട്. പിന്നെ ഉപനയനം കഴിഞ്ഞ് അവിടെ പോയി വാള് കൊണ്ട് നടക്കുക, അങ്ങനെയൊക്കെ ചടങ്ങൊക്കെ ഉണ്ട്. ഇവിടെ പക്ഷെ വലുതായിട്ട് അവിടെ പോകുന്നില്ല. വലുതായിട്ട് ദൂരം പഴയ സമ്പ്രദായ സ്വാത്വിക രീതി എല്ലാം തോന്നുന്നു മാടായിക്കാവില്. പണ്ട് അങ്ങനെയൊക്കെ ആണ്. അതിനെപ്പറ്റി രണ്ട് അഭിപ്രായങ്ങളുണ്ട്. കൂടുതൽ നമ്മൾ തിരുവറാട്ടുകാവിലാണ്. തിരുവറാട്ടുകാവ്. നമ്മുടെ അണ്ടറിൽ ഇപ്പൊ എത്ര പാലസുകൾ വരുന്നുണ്ട്? ആക്ച്വലി ഒന്നിപ്പോ കവടിയാർ പാലസ്, പിന്നെയുള്ളത് കോട്ടയ്ക്കകത്തുള്ള പാലസുകളാണ്. അതൊക്കെ മ്യൂസിയംസ് ആണ്. ഓക്കെ, കുതിരമാളയ മ്യൂസിയം, വലിയ കൊട്ടാരം, ചിത്രാലയം, അങ്ങനത്തെ പാലസ്. പിന്നെ അനന്തവിലാസം കൊട്ടാരം, സുന്ദരവിലാസം കൊട്ടാരം, അങ്ങനെ 3-4 പാലസുകളേ ഉള്ളൂ. ഈ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്? നമ്മുടെ ആറ്റിങ്ങൽ കൊട്ടാരത്തിന് ഒരു ഭാഗം നമ്മുടെ കയ്യിലുണ്ട്, മറ്റേ ഭാഗം ഓരോരുത്തർ കൈമറിഞ്ഞ് പോയി. അത് കയ്യേറിയതാണോ അതോ ഗവൺമെന്റ്? ഗവൺമെന്റ് മറ്റേ മണ്ഡപത്തിൽ കെട്ടെന്ന് പറഞ്ഞ ഒരു കൊട്ടാരം അവര് ഇപ്പോഴും വെച്ചിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗമായിട്ട് ഇപ്പോൾ തിരുവറാട്ടുകാവിന്റെ ആ ഒരു പടിപ്പുര, വലിയൊരു പടിപ്പുര, 2 നില, അത് നമ്മുടെ ഭാഗം ആണെന്നാണ് പറയുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നല്ല ചെലവല്ലേ? വലിയ പ്രയാസമാണ്. ഇതിനൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ആളെയും കിട്ടാറുണ്ടോ? ഇല്ല, ഇതൊക്കെ ഫുൾ സുർക്കിയ, സിമെന്റ് അല്ല. അപ്പൊ ഇടിഞ്ഞ് വീഴുമ്പോൾ തിരിച്ച് സിമെന്റ് കൊണ്ട് കെട്ടും. അങ്ങനെ ഇടിഞ്ഞൊക്കെ വീഴാറുണ്ടോ ഇവിടെ? ഇഷ്ടംപോലെ. നല്ല മഴ വരുമ്പോ ഇടിച്ചിടിച്ച് വീണോണ്ടിരിക്കും. വെളിയിൽ നിന്ന് ഈ ഓടിന്റെ സൈഡും വാട്ടർ ലോഗിങ്, പിന്നെ ലീക്ക് ഒരുപാടുണ്ട്. മഴയത്ത് ഇപ്പൊ പ്രശ്നമാണ് ഇവിടെ. മഴയത്ത് ഇത്തിരി പ്രശ്നമാണ്. ചോർച്ചയുള്ളൊരു കൊട്ടാരത്തിലാണ്. മഴ പെയ്യുമ്പോഴേ ഉള്ളൂ ഉണ്ടല്ലേ? മഴ പെയ്യുമ്പോഴേ ചോർച്ചയുള്ളൂ. ഓക്കെ, ചൂട് പൊതുവെ കുറവാണോ ഇവിടെ? ചൂട് ഇപ്രാവശ്യം ഇടയ്ക്ക് 36 വരെ വന്നു അകത്ത്. എന്നാലും പൊതുവെ അകത്ത് വലിയ ചൂട് അനുഭവപ്പെടാറില്ല. നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ അങ്ങനെ വല്ലതും ആണോ? അങ്ങനെയൊന്നും ചെറിയ ചോർച്ചകളൊക്കെ ഉള്ളൂ. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഇവിടെ നിന്ന് മാറി പുതിയൊരെണ്ണം കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇതാരെങ്കിലും റിപ്പയർ ചെയ്ത് തരികയാണെങ്കിൽ വളരെ സന്തോഷം. വിത്തിൻ 2 or 3 years ആകുമ്പോൾ കംപ്ലീറ്റ് ഒന്ന് റെനോവേറ്റ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഈ പല ആൾക്കാരും പണ്ടുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചിത്രരഥ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഫംഗ്ഷനിങ് വളരെ സ്മൂത്തായിട്ട് നടന്നിട്ടുണ്ട്, എസ്പെഷ്യലി അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും. ഇപ്പോൾ അത് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. പല ആൾക്കാർക്കും അതായത് ആ ഫംഗ്ഷനിങ്ങിനകത്ത് പല പ്രശ്നങ്ങളായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എങ്ങനെ തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ? ഇപ്പോഴും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് 1991 ആയപ്പോൾ അദ്ദേഹം നാട് നീങ്ങി. അന്ന് പിന്നെ ഇത്രയും ആൾക്കാർ അന്നത്തെ ഒരു ജീവിതശൈലി നോക്കും എങ്ങനെയാണ്. 91-ൽ ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? 3/4 ആൾക്കാർ സൈക്കിളിലല്ലേ പോയിക്കൊണ്ടിരുന്നത്. അതെ, ബസ്സിൽ ഒരുപാട് ആൾക്കാർ, പിന്നെ ട്രാഫിക് സിഗ്നൽസ് പോലീസുകാരനുണ്ട്, മറ്റേ വലിയ ഷോർട്ട്സും, പിന്നെ പഴയ ബസ്സുകളും. റോഡ് വളരെ ട്രാഫിക്കുള്ളൂ. ഇപ്പോൾ പുരോഗമനം, അഡ്വാൻസ് ടെക്നോളജിയായി, ആൾക്കാർക്ക് ഒന്നിനും സമയം കുറവാണ്. പിന്നെ ഇതൊക്കെ അമ്പലത്തിൻ്റെ ഈ ആറാട്ടും ഇതൊക്കെ ഒരുപാട് പേർക്ക് വന്ന് പങ്കെടുക്കണം, കാണണം. പിന്നെ ആറാട്ടിന് പോകുമ്പോൾ കൂടെ നിന്ന് ഭഗവാനിലൂടെ സെൽഫി എടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ ആറാട്ടിൻ്റെ ആ ഒരു സാങ്ക്ടിറ്റി. പക്ഷേ അവർ ഭക്തിയായിട്ടാണ് കാലം ആൾക്കാർ ചെയ്യുന്നത്. പിന്നെ പണ്ടൊന്നും ആൾക്കാരധികം സംസാരിക്കില്ല, മിണ്ടാതെ നടക്കുകയുള്ളൂ. പിന്നെ ഒരു നാട്ടിൻ്റെ ഒരു ഫംഗ്ഷനായിട്ടങ്ങ് എല്ലാവരും ഉത്സാഹിച്ചങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ പല വീഡിയോസൊക്കെ വരുമ്പോൾ പല ആൾക്കാരും മോശം കമൻറ്റ് ഇടാറുണ്ട്. അതിനകത്ത് ചില ആൾക്കാർ പറയാറുണ്ട്, പഴയ രാജഭരണം മതിയായിരുന്നു, എത്ര മനോഹരമായിരുന്നു. അതൊക്കെ അങ്ങും വായിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ രാജഭരണം
കാലത്ത് തിരുവായ്ക്ക് എതിർവായില്ല. അതെ. വല്ലതും പറയുകയാണെങ്കിൽ രാജാവ് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. അതെ. ഇപ്പോഴും പക്ഷേ ജനാധിപത്യം അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഗൾഫിൽ പോയി രാജഭരണം വേണ്ടെന്ന് പറഞ്ഞാൽ അവർ വെറുതെ വിടുമോ? ഈ പറയുന്ന മിക്കവരും ഗൾഫിലിരുന്നാണ് പറയുന്നത്. അവിടെ രാജാവിൻ്റെ കീഴിലിരുന്നിട്ടാണ് രാജഭരണം മോശം എന്ന് പറയുന്നത്. അവിടെയൊക്കെ അല്ലേ ഞാൻ പറയുന്നത്. ഇപ്പോൾ അവിടുത്തെയൊക്കെ രാജാക്കന്മാരെ നമുക്ക് ഗൾഫിൽ പോയി ജോലി ചെയ്യുക, UK പോയി ജോലി ചെയ്യാം. അവിടെയൊക്കെ മൊണാർക്കൊക്കെ വില കൊടുക്കുന്നത്. നമ്മൾ ചിലർ മുൻ രാജകുടുംബം എന്ന് പറയും. അതെങ്ങനെ മുൻ രാജകുടുംബം? ഇപ്പോഴും രാജകുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ. അതെങ്ങനെ മുൻ രാജകുടുംബം? ഇതൊക്കെ കുറച്ച് ആൾക്കാർ നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ അതിന് എന്നാൽ ഈ പറയുന്നവരെ ചില ആൾക്കാരെ നമ്മൾ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ട്. അവർ നമ്മൾ കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ആൾക്കാരെ, പിന്നെ ചില ആൾക്കാർ ഡെലിബറേറ്റ്ലി മോശമായിട്ട് പറയുന്നുണ്ട്. സാർ അതുപോലെ തന്നെ അനുചന്ദ്രനാഥ് മാർത്താണ്ഡവർമ്മയുടെ പുനർജന്മമാണെന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു കഥാപാത്രം. ആരാണ് അദ്ദേഹം? അതിൻ്റെ പേര് ഗൗതം മാർത്താണ്ഡവർമ്മ എന്നാണ് പറയുന്നത്. ഗൗതം മാർത്താണ്ഡവർമ്മ. അതായത് നമ്മുടെ ഞാൻ പ്രൈവറ്റായിട്ടൊന്ന് അന്വേഷിച്ചപ്പം നമ്മുടെ ഈ ചരിത്ര പുസ്തകങ്ങളും ഗവേഷണ പ്രബന്ധങ്ങളും ഒക്കെ ചെയ്യുന്ന MG ശശിഭൂഷൻ്റെ മകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പ്രൊഫസർ MG ശശിഭൂഷൻ്റെ. അപ്പം അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹം ബേസിക്കലി. പക്ഷേ അദ്ദേഹം പറയണത് അദ്ദേഹം ഇരണിയൽ രാജകുമാരനാണ്. അദ്ദേഹം തിരുവിതാംകൂർ രാജ്യം തിരിച്ചു കൊണ്ടുവരും, ഇന്ത്യയിൽ നിന്നിട്ട് തിരുവിതാംകൂറിനെ സെപ്പറേറ്റ് ആക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും വിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാനും ഇടയ്ക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട്. പ്രിൻസ് ഓഫ് ഇരണിയൽ കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ. എനിക്കറിയില്ല. പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി നടത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ട്, എന്തെങ്കിലും അറിവ് വല്ലതും ഉണ്ടോ? ഇല്ലില്ല, അതെങ്കിലും അദ്ദേഹത്തിന്റെ വിഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഒരാൾക്ക് തോന്നുന്നല്ലേ അവർക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ പല ആൾക്കാരും ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് രാജകുടുംബത്തെ അല്ലെങ്കിൽ ഈ കവടിയാർ ഫാമിലിയൊക്കെ ഒരുപാട് ആൾക്കാർ അബ്യൂസീവായിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു റിലേറ്റീവ് ആണെന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് പക്ഷെ അദ്ദേഹം ഇരണിയൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ, കവടിയാർ എന്നല്ല, കവടിയാർ രാജകുമാരൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങയുടെ വിലപ്പെട്ട സമയത്തിൽ വളരെ കുറച്ച് എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന എങ്കിൽ അങ്ങയുടെ സെൻസിൽ വളരെ വലിയൊരു സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് വളരെയധികം നന്ദിയുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ആയിക്കോട്ടെ, ഓക്കെ, നമസ്കാരം.